ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് മാത്രമല്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എത്രത്തോളം സ്നാക്സ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് മൈദപ്പൊടിയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഞാൻ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴേ പൊടി അടിയിൽ കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്തെടുക്കുക. നമ്മളിതിലേക്ക് കുറച്ച് പാലെങ്കിലും ചേർത്ത് കൊടുക്കണം. പാലും ആ മുട്ടയും കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മുടെ ഈ സ്നാക്സ് നല്ല ഒരു രീതിയിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മാവ് നല്ല ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഈ ഒരു രീതിയിൽ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോഴേ നമ്മുടെ മാവ് കുറച്ചുകൂടി ടൈറ്റായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാല എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ചിക്കൻ മസാല ഉപയോഗിക്കാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കി മസാലയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഈ മസാല എല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വളരെ കുറച്ച് ക്യാബേജ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഫില്ലിങ്സിന് പറ്റുന്ന ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ക്യാബേജും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്താണ് ചേർക്കുന്നത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്ത ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ദാണ്ട് തുറന്നപ്പോൾ തന്നെ നമ്മുടെ ക്യാപ്സിക്കവും ക്യാബേജും ഒക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 മുട്ടയൊന്ന് പുഴുങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു. അത് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കറികൾ മാത്രം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇല്ലെങ്കിൽ മുട്ടയെല്ലാം നമുക്ക് ചിക്കനൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എങ്ങനെ വേണേലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാവാണ് കേട്ടോ. കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ട് വന്നപ്പോഴേ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ട് തന്നെ കിട്ടണം. നമ്മുടെ ആ കടായി ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ മാവ് കോരി ഒഴിച്ചിട്ട് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഒരുപാട് കനമാകരുത് കേട്ടോ. വളരെ കനം കുറഞ്ഞതായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ കടായി ഒരുപാട് ചൂടായി പോകരുത്. ചെറിയ രീതിയിലൊന്ന് ചൂടാവണം. നമ്മളിതിലേക്ക് എണ്ണയോ ഒന്നും തേച്ച് കൊടുക്കുന്നില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇതൊന്ന് വേവാനായിട്ട് വിടുക. ഇതൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ പാനിൽ നിന്ന് വിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് പതുക്കെ ഇതേപോലെ കൈകൊണ്ട് തന്നെ ഇത് എടുക്കാവുന്നതാണ്. ഇനി കയ്യിൽ ചൂടടിക്കുമെന്നുണ്ടെങ്കിൽ ഒരു ചട്ടുകം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. ഇത് പൊട്ടിപ്പോകരുത്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതതുപോലെ തന്നെ വെന്ത് ഒരുപാടൊന്നും മുരിഞ്ഞൊന്നും പോകരുത്. ഈ ഒരു രീതിയിലൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് കനമല്ലാതെ തന്നെ നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ ഷീറ്റെല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ഷീറ്റ് ഓരോന്നായിട്ട് ചെയ്തെടുക്കുമ്പോഴേ ഇത് അടുക്കി നമ്മൾ വെക്കരുത് കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു ആവി വെള്ളം തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നോ രണ്ടോ പാത്രത്തിലായിട്ട് നമ്മൾ മാറ്റി മാറ്റി ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷീറ്റിൽ നിന്നും ഒരെണ്ണം ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തും വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിങ്സ് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഒരു ഷീറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മളിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനായിട്ട്. എന്നാലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഷീറ്റിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതേ രീതിയിലൊന്ന് മടക്കുക. നമ്മുടെ ഈ ഫില്ലിങ്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിത് മടക്കി കൊടുക്കാനായിട്ട്. രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാവ് താണ്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ സീലായിട്ട് കിട്ടും. നമുക്ക് ആ ഒട്ടിച്ചെടുക്കേണ്ട ഭാഗത്തെല്ലാം ഇതേപോലെ ഒന്ന് മാവ് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഇത് നടുക്ക് ഭാഗത്തേക്ക് ഒന്നുകൂടി ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ആദ്യമൊക്കെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് ഒട്ടിയില്ലെന്നൊക്കെ തോന്നും. പക്ഷേ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒന്ന് രണ്ടെണ്ണമൊക്കെ ആയിക്കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആയിക്കോളും. ഈ ഒട്ടാത്ത ഭാഗത്തൊക്കെ കുറച്ചുകൂടി മാവ് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു കടായിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. കാരണം നമ്മളിത് മുക്കി പൊരിക്കുന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ആ സീൽ ചെയ്ത ഭാഗം തന്നെ അടിയിൽ വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് സീലായിട്ട് കിട്ടും. ഇതിൽ നിന്നും ഫില്ലിങ്സ് ഒന്നും വെളിയിലേക്കൊന്നും പോവുകയില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്പൂണൊന്നും വെച്ചിട്ട് ഇത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റരുത്. കാരണം ഇത് പൊട്ടിപ്പോകും. ഇനി നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും. കാരണം ഇത് നമ്മൾ ആദ്യം വേവിച്ചെടുത്ത് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഇതാ കണ്ടില്ലേ, തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു വശം നന്നായിട്ട് വന്നിട്ടുണ്ട്. മറു സൈഡും കൂടെ ആയിക്കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്സ് എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി വേണം ഇത് കഴിക്കാനായിട്ട്. ഞാനിത് എല്ലാം ചെയ്ത് വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആ മല്ലിയിലയും ആ മസാലകളും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.